കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബ്ലത്തിന്റെ ബാക്കിയാണ്. പ്രോബബിലിറ്റി ഓഫ് -2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 2.72. Z ആണ് കേട്ടോ. അവിടെ Z ആണെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. എന്ത് ചെയ്യാ? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് നോർമലിന്റെ കർവ് വരഞ്ഞു. 0 എന്നുള്ള പോയിന്റിലാണ് സിമെട്രിക് ആവുക എന്ന് പറഞ്ഞു. ഇനി പോസിറ്റീവ് റീജിയൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഇത് 1 ആണെന്ന് ഗസ് ചെയ്യൂ. ഇത് 2 ആണ്. 2.72 പറയുമ്പോൾ ഇതാണ് 2.72 എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ലൈന് മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ നെഗറ്റീവ് റീജിയൻ ആവുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. ഈ പോയിന്റ് ആണ് -1, ഇത് -2, അതിനുശേഷമാണ് -3. അപ്പൊ ഇവ രണ്ടിന്റെയും ഇടയിലാണ് -2.5 ഇവിടെ മാർക്ക് ചെയ്യണു. ഇനി വേണ്ടത് സെഡിന്റെ വാല്യൂ -2.5ന്റെയും ഈ വരഞ്ഞതാണ് 2.72ന്റെ ഇടയിലെയും. അപ്പൊ നോക്കൂ, ആ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഏതാണോ കണ്ടുപിടിക്കാനുള്ളത് ആ ഭാഗം നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചു. ഇനി ഇത്രയും ഭാഗത്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് 2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 0. അതായത് ഈ 2.5 മുതൽ നെഗറ്റീവ് ഉണ്ട്. ഈ -2.5 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റിന്റെ കൂടെ ആറിനെ കൂട്ടണം. 0 മുതല് Z ലെസ് ദാൻ എവിടം വരെയുള്ളതാണ്? 2.72. അപ്പോ -2.5 മുതൽ 0 വരെയുള്ള ഏരിയ പ്ലസ് 0 മുതൽ 2.72 വരെയുള്ള ഏരിയ. -2.5 മുതൽ 0 വരെയുള്ള ഏരിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കാൻ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് കിട്ടുന്നത് 0.4938 ആണ്. പ്ലസ് 0 മുതൽ 2.72 വരെയുള്ള ഏരിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കിട്ടുന്നത് 0.4967 ആണ്. ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ സം ചെയ്യുമ്പോൾ 0.9905 ആണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് -2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 2.72ന്റെ ആൻസർ. നെക്സ്റ്റ് ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ Z ലെസ് ദാൻ 3. അപ്പോ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു? നോർമലിലെ കർവ് ജസ്റ്റ് വരഞ്ഞിടുക. ഏത് ഭാഗത്താണ് വരിക എന്നുള്ള റീജിയൻ അടയാളപ്പെടുത്തുക. ഇത് 0 ആണ്. 0ന് ശേഷം 1 ഉള്ള പോയിന്റ് ഉണ്ട്, +2 ഉണ്ട്, +3, +4 എക്സെട്ര എവിടം വരെയുണ്ട്? ഇൻഫിനിറ്റി വരെയുണ്ട്. സെഡിന്റെ വാല്യൂ ഏതിന്റെയൊക്കെ ഇടയിലാണ്? 2ന്റെയും 3ന്റെയും ഇടയിലാണ്. അപ്പൊ 2 എന്നുള്ള പോയിന്റ് ഇതാണ്. ഇനി 3 എന്നുള്ള പോയിന്റോ? ദിസ് വൺ. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. നമ്മള് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിലെല്ലാം തന്നെ ഈ ലൈന് നോക്കുക കേട്ടോ. ഇത് നമ്മളെ 0 എന്നുള്ള പോയിന്റ് ആണ്. 1, 2, 3, 4 എക്സെട്ര. അപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെല്ലാം തന്നെ 0 മുതൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെയുള്ള പ്രോബബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഭാഗം മാത്രം നമുക്ക് മതി. 0 മുതലല്ല കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യും? നമ്മള് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ 0 മുതൽ 3 വരെയുള്ള പ്രോബബിലിറ്റിയിൽ നിന്ന് 0 മുതൽ 2 വരെയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഈ പോർഷന്റെ ഏരിയ കിട്ടില്ലേ? നോക്കൂ. അപ്പൊ ആ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യണം. അതായത് തന്നിരിക്കുന്ന കർവിന്റെ ഏതെങ്കിലും ഒരു മിഡിലായിട്ടുള്ള റീജിയൻ ആണ് ചോദിക്കുന്നതെങ്കിൽ
0 മുതൽ ആ ഹയസ്റ്റ് വാല്യൂ മൈനസ് 0 മുതൽ പിന്നെ ഏതാണോ നമ്മളെ ലോവസ്റ്റ് വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് അത് മൈനസ് ചെയ്യാം. അതായത് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 3യിൽ നിന്ന് 0 മുതൽ 3 വരെയുള്ള ഏരിയയിൽ നിന്ന് ഇത്രയും ഭാഗത്തിന്റെ ഏരിയയിൽ നിന്ന് ആരിനെ മൈനസ് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2. 0 മുതൽ 2 വരെയുള്ള ഇത്ര ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ റിമൈനിങ് പോർഷന്റെ ഏരിയ കിട്ടും. അപ്പൊ 0 മുതൽ 3 വരെയുള്ള വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 0.49865 ആണ്. മൈനസ് 0 മുതൽ 2 വരെയുള്ള ഏരിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കിട്ടുന്നത് 0.4772 ആണ്. 0.49865 നിന്ന് 0.4772 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.02145 ആണ്. അപ്പൊ ഈ മെത്തേഡ് പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇത് നോക്കൂ, പോസിറ്റീവ് റീജിയനിലാണ് ഇടയിലെ 2 വാല്യൂസ് തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ പോസിറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ 2ഉം 3 2 പോസിറ്റീവ് വാല്യൂ, 2 പോസിറ്റീവ് വാല്യൂസിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് റൂള്. ഇതേ റൂള് തന്നെയാണ് നെഗറ്റീവ് വാല്യൂസ് തന്നിട്ട് അതിന്റെ ഇടയിലുള്ള അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും. അതിനൊരു എക്സാമ്പിള്, പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ z ലെസ് ദാൻ -3. നോക്കൂ, രണ്ടും നെഗറ്റീവ് സിമ്പൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവ് ഏകദേശം കറക്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ വരയ്ക്കുക. അതിനുശേഷം ഈ തന്നിരിക്കുന്ന പോർഷൻ ഏതാന്നുള്ളത് അടയാളപ്പെടുത്താം. അപ്പൊ നോക്കുക, 0 കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും -1, അത് കഴിഞ്ഞിട്ട് -2, -3, -4 എക്സെട്ര ഏതുവരെ ഉണ്ടാവും? -∞ വരെ ഉണ്ട്. തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? -1. ഇതാണ് നമ്മുടെ -1. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു. -1 ഇതാണ് കേട്ടോ. പിന്നെ z എവിടെയാണ്? പിന്നെ അടുത്ത വാല്യൂ പറയുന്നത് -3യിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ -3. ഞാൻ ഇങ്ങനെ -3നെ നേർക്കിട്ടു. zന്റെ വാല്യൂ ഈ റീജിയനിലാവുമ്പോഴുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോസിറ്റീവ് റീജിയൻ 2 പോസിറ്റീവ് വാല്യൂസിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് 2 നെഗറ്റീവ് വാല്യൂവിന്റെ ഇടയിലുള്ള പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഒരു തവണ കൂടി ആ മെത്തേഡ് പറഞ്ഞു തരാം. -1 മുതൽ 3 വരെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മെത്തേഡ് പറഞ്ഞു, 0 മുതൽ -3 വരെയുള്ള ഭാഗത്തിൽ നിന്ന് ഏരിയയിൽ നിന്ന് 0 മുതൽ 1 വരെയുള്ള ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. ക്ലിയർ? അതായത് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ -3. 0യിൽ നിന്ന് -3 വരെയുള്ള ഭാഗം ആദ്യം കൺസിഡർ ചെയ്തു. മൈനസ് ചെയ്യണം. ആരും മൈനസ് ചെയ്യണം? ഇവിടെ നിന്ന് ഇതുവരെ എടുക്കുന്ന ഭാഗം പറയുമ്പോൾ ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തേ കിട്ടുള്ളൂ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏരിയ വരുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ -1. ഇതുവരെയുള്ള ഏരിയ മൈനസ് ചെയ്യണം. ഇതുവരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ഈ ഏരിയയാണ് മൈനസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് 0 മുതൽ -3 വരെയുള്ള പോർഷന്റെ ഏരിയ 0.49865 ആണ്. മൈനസ് 0 മുതൽ -1 വരെയുള്ള ഏരിയ 0.3413 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.15735 ആണ്.
രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഇടയിലുള്ള Z വാല്യൂ പ്രോബബിലിറ്റി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും സെയിം പ്രൊസീജിയർ ആണ്. പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 2, Zന്റെ വാല്യൂ 2-നേക്കാളും വലുതാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊരു കർവ് വരയണു. ഇപ്പൊ 2 എന്ന് പറയുമ്പോ പോസിറ്റീവ് ആണ്, ഇതാണ് 2 എന്ന് ഗസ് ചെയ്യാം. 2-നേക്കാളും വലുതാണ് ആര്? Z. അപ്പൊ ഇതാണ് നമ്മളുടെ 2. 2-നേക്കാളും വലുതാണ് Z. ഈ ഏതിന്റെ നേർക്കാണോ വായ തുറന്നിരിക്കുന്നത് ആ വാല്യൂ ആണ് വലുത്. അപ്പൊ നോക്ക, 2 ഇവിടെയുണ്ട്, വായ തുറന്നിരിക്കുന്നത് Z-ന് നേർക്കാണ്. അപ്പൊ Z ആണ് വലുത്. ഏതിനേക്കാൾ വലുത്? 2-നേക്കാൾ വലുതാണ് Z. ഇപ്പൊ 2-നേക്കാൾ വലുത് പറയുമ്പോ ഇത് 3, 4, 5 ഇങ്ങനെയല്ലേ പോവാ. അപ്പൊ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ടത്? ഈ വാല് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോണം. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാനാവും? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു 0 മുതൽ +∞ വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി 0.5 ആണ്. 0 മുതൽ -∞ വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റിയും 0.5 ആണ്. ഈ രണ്ട് 0.5 കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക എന്ന് പറഞ്ഞു? ടോട്ടൽ പ്രോബബിലിറ്റി 1 കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, 2-നേക്കാളും വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗമാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റി 0.5-ൽ നിന്ന് 0 മുതൽ 2 വരെയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ പ്രോബബിലിറ്റി കിട്ടില്ലേ? നോക്കൂ, 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള 0.5-ൽ നിന്ന് 0 മുതൽ ഇതുവരെയുള്ള ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പോർഷന്റെ ഭാഗം കിട്ടും, ഏരിയ കിട്ടും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി 0.5 ആണ്, മൈനസ് 0 മുതൽ 2 വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി 0.4772 ആണ്. ഇനി 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ മറന്നുപോയെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ ലോങ് വാല്യൂ ഏതാണെന്ന് നോക്കുക. അത് 0.5 ആണ്. അപ്പൊ ഇതിൽ നിന്ന് 0.5-ൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ 0.228 ആണ് കിട്ടുക. പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ -1.52. നോക്കൂ, Zന്റെ വാല്യൂ -1.52-നേക്കാളും വലുതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം വരെയുള്ളത് നോർമലിലെ കർവ് വരയ്യ. നോക്കൂ, -1.52 പറയുമ്പോ ഇങ്ങേ ഭാഗം ആണല്ലോ, നെഗറ്റീവ് റീജിയൻ ഇവിടെയാ വരിക. -1, -2, -3 ഇവിടെയാണ് ഇങ്ങേ ഭാഗത്തേക്കാ വരിക. അപ്പൊ -1.52 എന്നുള്ള ഭാഗം ഇതാണെന്ന് ഗസ് ചെയ്യൂ. ഞാൻ പറഞ്ഞു, ഏത് ഭാഗത്തേക്കാണോ വായ തുറക്കണത് അതാണ് വലുത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? Zന്റെ വാല്യൂ -1.52 ഇതിനേക്കാളും വലുതാണെന്ന് പറയുമ്പോ ഏത് ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം? ഇത് -1.52 ആണ്. അപ്പൊ ഇങ്ങേ ഭാഗത്തേക്ക് പോകുന്തോറും അല്ലേ വലുതായി വലുതായി വരുന്നത് നമ്പേഴ്സ്. ഇത് 0, 1, 2, 3, 4 എക്സെട്ര ഇൻഫിനിറ്റി. അപ്പൊ Zന്റെ വാല്യൂ എവിടേക്ക് പോവും? ഇങ്ങനെ പോവും. ഇതിനേക്കാളും വലുതാണെന്ന് പറയുമ്പോ ഈ റീജിയൻ, ഈ വാലൊക്കെ പെടും ട്ടോ, ഇങ്ങനെ പോണു ഷെയ്ഡ് ചെയ്ത ഭാഗം. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ പ്രോബബിലിറ്റിയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? -1.52 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. പിന്നെ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0.5 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തിന്റെ പ്രോബബിലിറ്റി 0.5 ആണ്. So which is equal to probability of
negative 1.52 less than z less than 0. 1.52 negative 1.52 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എവിടെ മുതൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ 0 ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി which is equal to 1.52 ന്റെ വാല്യൂ 0.4357 സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ പ്ലസ് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗം 0.5000.5 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.9357 ആണ്. അപ്പൊ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ളത് തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലം സെഡിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒരു പോസിറ്റീവ് വാല്യൂ ആയപ്പോൾ ചെയ്ത കാൽക്കുലേഷൻ എന്താണോ അവിടെ നമ്മൾ മൈനസ് ആണ് ചെയ്തത്. അതേസമയം സെഡിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒരു നെഗറ്റീവ് വാല്യൂ ആയപ്പോൾ 0.5 സം ചെയ്യാണ് ഉണ്ടായത്. ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസ് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ഗ്രാഫ് വരയ്ക്കുക, അത് നോർമലിലെ കർവ് വരയ്ക്കുക. If you like the video, please subscribe and press the bell icon.